നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, ഏതായാലും കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അന്ന് രാവിലെ ഇന്നാണ് ഇപ്പോൾ യഥാർത്ഥ ഒരു ബിഗ് ബ്രേക്കിംഗ് ഇപ്പോൾ ചാനലുകളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ഇന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വരും എന്നുള്ളൊരു സൂചന നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇതിപ്പോ അവിടെ കാത്തുകെട്ട് നിന്നിരുന്ന നമ്മുടെ മറ്റുള്ള പ്രതിപക്ഷത്തിനൊക്കെ തന്നെ ഒരു ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് രാഹുലിന്റെ ഒരു റീ എൻട്രി പാലക്കാട്ടേക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് അതിനേക്കാളും വലിയ സത്യം പറഞ്ഞ ചിരി വരുന്നത് ഇതിൻ്റെ പുറകെ ഈ മാങ്കൂട്ടത്തിൻ്റെ പുറകെ കാറിൻ്റെ പുറകെ മാധ്യമങ്ങളുടെ ഓടെ എനിക്ക് ആ റിപ്പോർട്ടേഴ്സിനെയും ക്യാമറമാൻ്റെ അവസ്ഥയോർത്ത് സത്യം പറഞ്ഞ സങ്കടം വരുന്നത്. എന്തിനാണ് ഈ റീച്ചിന് വേണ്ടിയിട്ട് കിടന്ന് ഓടുന്നത്? പ്രത്യേകിച്ച് ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറും ക്യാമറമാനും ക്യാമറ എങ്ങനെ പോകുമെന്ന് ഞാൻ പേടിച്ചു. കാരണം അത്രയ്ക്ക് ഇതിൻ്റെ പുറകെ ഓടുകയാണ്. രാഹുൽ എവിടെയൊക്കെ വണ്ടി വിടുന്നു അതിൻ്റെ പുറകേ ഉണ്ട് ക്യാമറ. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, MLA എന്നുള്ളൊരിത് മാറ്റിവെക്കൂ. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാ അധികാരങ്ങളും എല്ലാ വഴിയിലൂടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള അല്ലേ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഇവരൊക്കെ മറന്നു പോകുന്നു. രാഹുൽ എന്തോ വലിയ ഇതെന്നും പറഞ്ഞു ഇപ്പോഴും ഈ പറഞ്ഞോണം കയ്യാമം വെച്ചിട്ടില്ല, പരാതിക്കാരില്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ എത്രയോ കൊലക്കേസ് പ്രതികളും പീഡനക്കേസ് പ്രതികളും ഒക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷവും അവർ പുറത്തിറങ്ങി വിഹരിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന് പാലക്കാട് പൊയ്ക്കൂടെ? അതിനെന്താണ് ഇവിടെ തടസ്സം? ഇതിൻ്റെ പുറകെ കുറെ ക്യാമറകൾ. അദ്ദേഹം പുലർച്ചെ കൊലക്കേസ് പ്രതിയൊക്കെ കൊണ്ടുവരുന്ന ഒരു പോലത്തെ ഒരു വല്ലാത്ത സത്യം പറഞ്ഞാൽ ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. മാധ്യമ സ്വാതന്ത്ര്യത്തിനൊന്നും ആരും ഇടപെടുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് പുറകെ എന്തിനാണിങ്ങനെ? അതെന്താ ഇപ്പോൾ ഇല്ല ക്രിക്കറ്റിനകത്ത് മറ്റേ ഫുട്ബോളിനകത്തൊക്കെ ഗോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടനെ അടുത്തെത്തിയിരിക്കുന്നു, ഇന്ന സ്റ്റോപ്പിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിരിക്കുന്നു, അടുത്തത് മണ്ണാർക്കാടേക്ക് പോകുന്നു, അടുത്ത കോഴിക്കോടാണെന്ന് തോന്നുന്നു, ചിന്താതിലേക്കാണെന്ന് തോന്നി. ഇന്നില്ല പറഞ്ഞതുപോലെ എന്താ ഇതിനൊക്കെ പറയുന്നത്? ഗാലറി ഇരുന്നുകൊണ്ട് ഒരു എന്താ പറഞ്ഞ സ്പോർട്സിൻ്റെ ഇത് പറയുന്നത് പോലെയാണ് എനിക്കിപ്പോൾ ചില ചാനലിൻ്റെ ഇത് തോന്നുന്നത്. കാരണം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പക്ഷെ നിരവധി കമൻറ്റുകൾ നല്ല രസകരമായിട്ടുള്ള കമൻറ്റുകളാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ മുൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യറിൻ്റെ വീട്ടിലാണ് ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, എനിക്ക് തോന്നി ഈ രണ്ട് കുടുംബങ്ങൾ, അതായത് മണ്ണാർക്കാടുള്ള നമുക്കറിയാം PJ പൗലോസ് തുടങ്ങിയ ഇവരുടെ രണ്ടുപേരുടെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ രാഹുൽ ഇറങ്ങിയത്. ഇതിനകത്ത് പറയും ഒളിച്ചും പാത്തും വന്നു. അദ്ദേഹത്തിന് ഈ ഒളിച്ചും പാത്തും വരേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം പാലക്കാട് എത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും. അതിന് ഒളിച്ചും പാത്തും ഒന്നും വരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഉണ്ടായ ചില മാനസിക വ്യഥകൾ, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില വ്യഥകൾ, അദ്ദേഹം ഒരു പരിധി വരെ ഇതിനൊക്കെ കാരണക്കാരനാണല്ലോ. ഇതൊക്കെ വരുമെന്ന് മുന്നേക്കൂട്ടി ആലോചിച്ച് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം രാഹുലിനുണ്ടായിരുന്നു. പക്ഷേ അതിര് കവിഞ്ഞ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളൊരു നില മാറിക്കൊണ്ട് അദ്ദേഹം ഇടപെടുകയും അത് ഈ പറയുന്ന ചിലർ അത് മിസ്യൂസ് ചെയ്ത് അദ്ദേഹത്തിനെ ഈ പറഞ്ഞോണം 8 നില പൂട്ടുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പം സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി അദ്ദേഹം വീട്ടിലിരുന്നു, അല്ലെങ്കിൽ ആരെയും കാണാൻ തീരുന്നില്ല. എന്നിട്ടും ഇടയ്ക്ക് 1-2 പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി. പക്ഷേ ഇനി അദ്ദേഹം വീട്ടിൽ ഇരിക്കണമെന്നാണോ പറയുന്നത്? അകത്തിരുന്നാലും കുറ്റമാണ്, പുറത്തിറങ്ങിയാലും കുറ്റം. പക്ഷെ ഇത് എന്നിട്ട് ഒരു മാധ്യമം ഇന്ന് പറഞ്ഞതാണ്, ഇന്ന് ഇത് പുറത്ത് ചാടിയിരിക്കുന്നത് 2 മരണ വീടുകളുമായി ബന്ധപ്പെട്ട് അതുവഴി അങ്ങ് പാലക്കാട് MLA ആയിട്ട് ഭരിക്കാതെ എന്താഹേ ഈ പറയുന്നത്? ഇവരുടെയൊക്കെ ചിന്തകൾ പോകുന്ന പോക്കെ ഓരോരുത്തരങ്ങ് എന്താ പറയുക, ഇതങ്ങ് ഊഹിച്ച് പറഞ്ഞ് അവർ തന്നെ മാങ്കൂട്ടത്തിൻ്റെ മൈൻഡ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ
ആണ് എന്നിങ്ങനെ. ഇതൊന്നും അല്ല, എന്തോ ഈ പറഞ്ഞോണം മരണ വീട് വഴി പാലക്കാട്ടെ MLA എന്നുള്ള ഇതിലേക്ക് അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് BJPയിലെ കൃഷ്ണകുമാറുമായിട്ട് ഇന്ന് ബൈറ്റ് എടുത്തിരിക്കുന്ന അതല്ലേ ഉദ്ദേശം? അപ്പോൾ നിങ്ങൾ എവിടെയാണ് തടയുന്നത്? സത്യം പറഞ്ഞാൽ BJP കുറച്ചുകൂടി മറ്റുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ കുറച്ചുകൂടി പ്രിവോക്ക് ചെയ്യുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം BJPക്ക് ഇഷ്ടമുള്ളത് BJP നടത്തും. കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം വിധേയനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി MLA സ്ഥാനത്ത് ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നത് BJP പക്ഷമാണ്. ഒരു പക്ഷേ അവർ ഉപരോധം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അവർ സമര പ്രതിഷേധങ്ങൾ നടത്തും, അത് അവർ നടത്തിക്കോട്ടെ. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി അങ്ങനെയല്ലേ നിങ്ങളും കൂടെ ചെയ്യ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ പറയുന്നതാണ് ഒരു പക്ഷേ ഇത് വലിയ വിഷയമായിട്ട് മാറുന്നത്. എന്തിനാണ് ഇത്രത്തോളം ഒരാളെ ഹനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇന്ന് 2 പേരെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം എന്നിട്ട് വഴി അല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല, ഇങ്ങോട്ടേക്കാണ് തിരിയുന്നത്. ഇതിനിടയ്ക്കൂടെ ഞാൻ ഒരു ഇത് കേൾക്കുക, പാലക്കാട് മൊത്തം ചുറ്റിക്കറങ്ങി ഞാൻ വന്നേന്ന് അറിയിക്കാനുള്ള ഒരു പ്രഹസനമാണ്, ഒരു പ്രതിഷേധമാണ്. എന്തൊക്കെയാ രാവിലെ തള്ളി വിടുന്നേന്ന് വെച്ചാൽ മണ്ഡലത്തിൽ അങ്ങോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയാ, ഓ ഇവിടെ വന്നിട്ട് തിരിച്ചുപോയി, ധൈര്യമില്ല, തിരിച്ചുപോയി. ഇപ്പം പറഞ്ഞിരിക്കുന്ന മരണ വീട് വഴി എങ്ങനെയെങ്കിലും കയറിപ്പറ്റാനുള്ള ഇതാണ്. എന്താണ് ഇത് പറയുന്നത്? അല്ലെങ്കിൽ ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു, ഒരു പക്ഷേ ഇനി പാലക്കാടിനെ സജീവമാക്കുക. എന്തായാലും നമുക്ക് ഇനി BJPയുടെയും CPMന്റെയും മറ്റുള്ളവരുടെ നീക്കം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അവരോട് ചോദിക്കാം, രാഹുൽ എന്ത് സഭ്യമായ ഭാഷയുണ്ട് ഇത്, ഒരു പക്ഷെ മാധ്യമ പ്രവർത്തനം അതിര് വിട്ടു എന്നുള്ളത് നമുക്കത് അവിടെ വെക്കാം. അത് അവരുടെ ഒരു പക്ഷേ ആ മാധ്യമത്തിന് ഞാൻ കൂടുതൽ പറയുന്നില്ല, നല്ല വ്യക്തികൾ ഒരുപാട് നല്ല ജേർണലിസ്റ്റ് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, നമ്മളത് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി സഭ്യതയോടുകൂടി ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മാത്രമല്ല അതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്നവരൊക്കെ റീച്ച് താഴോട്ട് വരുന്നില്ല, ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കട്ടെ. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അന്നും ഇന്നും ഒക്കെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്നു. അവരിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു സഭ്യതയുടെ ഭാഷയുണ്ട് അവർക്ക്. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ നേരം 38 ദിവസങ്ങൾക്ക് ശേഷം, ഓഗസ്റ്റ് 17-നാണ് അതെ 38 ദിവസങ്ങൾക്ക് ശേഷം എത്തി. ഈ 2 വീടുകളുടെ സന്ദർശനത്തിന് ശേഷം രാഹുൽ തീർച്ചയായിട്ടും മാധ്യമങ്ങളെ കാണും എന്നുള്ളത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. മാത്രമല്ല തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു പക്ഷേ MLAയുടെ കസേരയെ MLAയുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഒരു നാട്ടിലെ ജനങ്ങളെ നയിക്കണമെന്ന് ഇവരിങ്ങനെ പുറകെ നടക്കത്തേ ഉള്ളൂ. ഒരു പക്ഷേ BJP ഒരു തരത്തിൽ BJP ഓരോ വീടുകളിലും പ്രതിഷേധമായിട്ട് ചെല്ലുമോ, വീട്ടുകാർ എറിഞ്ഞു പിടിക്കുക. അപ്പോൾ രാഹുൽ ജനങ്ങളെ, ഒരു ജനത്തിനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടും പാട്ടവും ഉള്ള ഒരു ഓഫീസ് വേണമെന്നില്ല. പണ്ടൊക്കെ കണ്ടില്ലേ മരച്ചുവടുകളിലാണ്, ഇപ്പോഴും തമിഴ്നാട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കരിങ്ക് ഇതൊന്നും പറഞ്ഞു സുരേഷ് ഗോപി കലുങ്ക് അത് തന്നെ, അത് സുരേഷ് ഗോപി നടത്തും. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിച്ച ആ ദേശത്ത് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന MLAയുടെ AC ഇട്ടോ ഓഫീസ് വേണമെന്നൊന്നും രാഹുലിനില്ല. രാഹുൽ ഇങ്ങനെ നടക്കും, ഇനി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകെ എത്ര നാൾ ഈ മൈക്കും എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകരും BJP പോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇനി കോൺഗ്രസിനകത്തെ മറ്റുള്ളവരും പുറകെ പോകും എന്നുള്ളത് കണ്ടിരിക്കുക. രാഹുൽ കുറേ ഇവരെ ഇട്ട് ഓട്ടിക്കും, അവരവസാനം ക്ഷീണിക്കും, അവരവരവരവർ വിട്ടുപോയി. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ രാഹുലിന്റെ കാറിന്റെ പുറകെ ഓടി ഇവരുടെ പെട്രോളും ഇവരുടെ എക്സ്പെൻസസും കൂടുന്നതല്ല യാതൊരു വിശേഷവും. ഇനിയിപ്പോൾ കോഴിക്കോട് വരെ റിപ്പോർട്ടർ ചാനൽ പോകാൻ സാധ്യതയുണ്ട്. PJ പൗലോസിന്റെ അദ്ദേഹത്തിന്റെ മരണചടങ്ങ് വീട്ടിൽ പോലും എത്തി. അത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. മിക്കവാറും അതൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ രാഹുലിന്റെ പുറകെ നടക്കും. കുറച്ച് ദിവസം ഇങ്ങനെ പോകും. അത് രാഹുലിനും അറിയാം, എല്ലാവർക്കും അറിയാം, കോൺഗ്രസിലുള്ളവർക്കും അറിയാം, യൂത്ത് കോൺഗ്രസിനും അറിയാം. ഇവർ കുറേ ഓടട്ടെ, ഓടി ക്ഷീണിക്കുമ്പോൾ അങ്ങ് നിൽക്കും. ഇനിയിപ്പം മിക്കവാറും തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് രാഹുൽ പാലക്കാട് സജീവമാകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അത് വരുന്ന വാർത്തകളൊക്കെ. ഒരു പക്ഷേ കോൺഗ്രസ് ഒക്കെ ഒരു ഭാഗികമായിട്ടുള്ള ഒരു പിന്തുണ അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി ഉൾപ്പെടെ പ്രക്ഷോഭക്ക് ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട KSUവിലെ വളർന്നു വരുന്ന യുവതലമുറ രാഹുലിന് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ കുറച്ച് കുട്ടികളുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. അതിനകത്ത് രാഹുൽ വിഷയത്തെ പറ്റി 1-2 യുവതലമുറ കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വല്ലാത്ത വേദന തോന്നുന്നു, ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. അവർ ഉദ്ദേശിച്ച ഇത്തരത്തിലുള്ള പെൺപിള്ളേരുമായിട്ടൊക്കെ എന്തിനാ പോയത്? കാരണം ഇവർ ഈ കോളേജിൽ പഠിക്കുന്ന ഇതല്ലേ, വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് വല്ലാത്ത വേദന, നല്ലൊരു നേതാവായിരുന്നു, ഞങ്ങളുടെയൊക്കെ ഒരു
ആരാധനയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും രാഹുലിനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന നിരവധി ആൾക്കാർ, അനുഭാവികൾ, ഒരുപക്ഷെ കോൺഗ്രസ് അനുഭാവികൾക്കും അപ്പുറം ഒരുപക്ഷെ നിഷ്പക്ഷമായിട്ട് തന്നെ രാഹുലിനെ സ്നേഹിക്കുന്ന ആരാധകർ ഇന്നും കേരളത്തിലുണ്ട്, യുവതലമുറയുടെ ഇടയിലുണ്ട്. അപ്പം രാഹുൽ അവർക്കൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ വയനാട് സന്ദർശനം നടത്തുകയാണ്. കോൺഗ്രസ് വലിയ തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കൂടിയാണ് രാഹുൽ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് രാഹുൽ വിഷയത്തിൽ ഒരു മൗനമായിട്ടുള്ള ഒരു നിഷ്പക്ഷ നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. അതായത് രാഹുലിനെ വലിയ രീതിയിൽ ഇനി ഒരു വിമർശനത്തിലേക്ക് കോൺഗ്രസിൽ ആരും തന്നെ വരാൻ സാധ്യതയില്ല. കാരണം ഹൈക്കമാൻഡ് തീരുമാനം അത്തരത്തിലാണ്. കാരണം യുവ നേതാക്കളെ, താരപരിവേഷമുള്ളവരെ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പിൽ അണിനിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി, അതായത് 10 ജില്ലകളിലായിട്ട് ഈ പറഞ്ഞോണം കോൺഗ്രസിലെ പ്രതിനിധികൾ റൂമൊക്കെ എടുത്ത് അവർ അതിന് വേണ്ടുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഇതൊക്കെ തുടങ്ങി. ഏകദേശം 50 പേരെ ഇപ്പോൾ തന്നെ അവർ സ്ഥാനാർത്ഥികളായിട്ട് ആരൊക്കെയാണെന്നുള്ള, എവിടെയൊക്കെയാണ് നിർത്തേണ്ടതെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് ഇതിൽ യൂത്ത് നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. അതായത് നമ്മുടെ വീണ നായർ, മറ്റേ അഖില്, ജയസ് അഖില്, പിന്നെ അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, ഇവരെയൊക്കെ ഇനി നിർത്തും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പാലക്കാട് മിക്കവാറും സന്ദീപ് വാര്യർ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്ക് ഒരു പിന്തുണയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിലെ ഒരു മുൻനിര പോരാളിയായിട്ട്, ഒരു പക്ഷേ LDFന് എന്നും ഒരു ബാധ്യതയായിട്ട് രാഹുൽ മുന്നിട്ട് കാണും. എന്നും പിണറായി വിജയനെതിരെ അന്നൊക്കെ ആക്രോശിച്ചപ്പോൾ പലരും പറഞ്ഞിരുന്നു രാഹുലിന് പണി വീഴുമെന്ന്. അത് നല്ല രീതിയിൽ പൂട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു. അത് പൂട്ടി ഇട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ പൂട്ടിയില്ല. ക്രൈംബ്രാഞ്ച് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് പൂട്ടാനൊന്നും സാധിച്ചില്ല. അതിൻ്റെ ഒരു ജാള്യതയും കാര്യങ്ങളും ഒക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടിയൊക്കെ രാഹുലിനെ രാഹുൽ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പൂട്ടണം എന്നുള്ള രീതി നിൽക്കുമ്പോൾ ഇനി എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് പരാതിക്കാരെയൊക്കെ തപ്പിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ അതിൽ നിന്നൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഹുൽ അതൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഇവരുടെയൊക്കെ തീരുമാനം, കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം യുവതലമുറയെ കുറച്ചുകൂടി, യുവ നേതാക്കളെ കുറച്ചുകൂടി മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. ഇനി ഒളിച്ചിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെയായിരിക്കും രാഹുൽ. ഒളിച്ചിരിക്കേണ്ട കാര്യവുമില്ല. കാരണം പരാതിക്കാരില്ലാത്ത, അല്ലെങ്കിൽ തൻ്റേതല്ലാതെ ഉഭയകക്ഷി പ്രകാരമുള്ള ഒരു ബന്ധം, അതിൽ ഒരാൾ മാത്രം പരാതിയായിട്ട് ഈ പറഞ്ഞോണം ഞാൻ മാത്രം തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ രാഹുൽ പോകേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക്, അല്ലെങ്കിൽ രാഹുലിൻ്റെ മാനസികാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു വിൽ പവർ ഇന്ന് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രീതിയിലാണ് രാഹുൽ വന്നത്. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. പല പോസ്റ്റുകളും ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഇട്ടേക്കുന്ന കണ്ടു. മാത്രമല്ല നിരവധി പോസ്റ്റുകൾ രാഹുൽ ഇടുന്നുണ്ട്. ഇപ്പം അടിയന്തര പ്രമേയത്തിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ, ലോകമർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ട് രാഹുൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാഹുൽ സ്വയം ആർജിച്ചു എന്നുള്ളതാണ്. മാനസികമായിട്ട് രാഹുൽ കുറച്ചുകൂടി ബലപ്പെട്ടു. ഇനി പോരാട്ടം തന്നെ തുടരും. ഒരു പക്ഷേ പഴയ ആ ഒരു ഊർജം 100% കിട്ടിയില്ലെങ്കിലും പകുതി മുക്കാലും കിട്ടി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് പുറത്ത് രാഹുൽ വന്നതും പാലക്കാട് എത്തിയത്. തീർച്ചയായിട്ടും പ്രതികരണം നടത്തുമെന്ന്. ഒരു പക്ഷേ ഇനിയിപ്പോൾ PJ പൗലോസിന്റെ വീട്ടിൽ ആ ഒരു വീട്ടിൽ ബന്ധുമിത്രാദികളെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ ചിലപ്പം അതുവഴി പോയിട്ട് തിരിച്ച് ഇതുവഴി വന്നിട്ട് MLA ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് രാഹുലിന്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും. പക്ഷെ നടന്ന് ഉള്ള പെട്രോളിന്റെ കാശും പോവും, മാത്രമല്ല ക്ഷീണിക്കുകയും ചെയ്യും. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നടക്കണ്ട എന്നുള്ളതാണ്. അപ്പം പക്ഷെ രാഹുലും അതിപ്പോൾ ഒരു ചിരിച്ച് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ എത്ര നാള് ഒരു മനുഷ്യൻ ഇങ്ങനെ തിന്ന് ജീവിക്കും. അപ്പം എന്തായാലും രാഹുലിന്റെ ഇന്നത്തെ ആ ഒരു ശരീരഭാഷയൊക്കെ അനുസരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ടൊക്കെയാണ് രാഹുൽ ഇന്ന് പാലക്കാട് എത്തി. പലരെയും അവിടെ നാട്ടിലുള്ള പലരും വന്ന് രാഹുലിനെ കെട്ടിപ്പിടിച്ചു. അതിൽ ഒരു രംഗം ഞാൻ കണ്ടത്, ഭയങ്കരമായിട്ട് ഒരാൾ വന്ന് ഹഗ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ജനം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തന്നെ വീഡിയോ
വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ താഴെ കുറേ പാലക്കാടുള്ള കുറേ സ്ത്രീകളാണ് കമൻറ്റുകൾ, മോനെ നീ തിരിച്ചു വരണേ എന്നുള്ളത്. രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും രാഹുൽ പാലക്കാട്ടേക്ക് വരുന്നില്ലേ, വരണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പാലക്കാട്ടുള്ള നിരവധി വ്യക്തികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ രാഹുലിൻ്റെ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ രാഹുൽ എന്താ ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയായിരിക്കാം, രാഹുലിൻ്റെ ഒരു പവർ ആയിരിക്കാം ഒരു പക്ഷേ ജനം അത് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു ഉണർവ് തന്നെയായിരുന്നു. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അത് രാഹുൽ എതിർക്കാത്തിടത്തോളം കാലം നമുക്കും അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വോയിസ് ക്ലിപ്പ് അടക്കം വന്നതാണ്. അത് ഏത് ഭാഗത്താണെങ്കിലും, ഇനിയിപ്പോൾ രണ്ടുപേര് ചേർന്നുള്ള ഒരു ഇതാണെങ്കിലും അവരുടെ സ്വകാര്യതയാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ച് മിതത്വം പാലിക്കണം. അത് തെറ്റാണ്. പക്ഷെ അവിടെ പാലിക്കാതെ ഇരുന്നപ്പോഴും പക്ഷേ ഈ പറഞ്ഞോണം ഉഭയകക്ഷി പ്രകാരം അല്ലാതെ നടന്ന ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് അങ്ങനെ തെറ്റുകാരനായിട്ട് പൂർണ്ണമായിട്ട് പറയാനും പറ്റത്തില്ല. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ വോയിസ് ക്ലിപ്പിലെ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ആ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യത്തിലേ ഉള്ളൂ എനിക്ക് രാഹുലുമായിട്ട് കുറച്ച് ഒരു പൊരുത്തക്കേടായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റുള്ളതൊക്കെ എന്ന് വെച്ചാൽ ചാറ്റിംഗ് ആണ്. അത് ഒരാൾ ചാറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരാൾ എന്തിനാ നിന്നു കൊടുക്കുമ്പോഴല്ലേ ചാറ്റിങ് കൂടുതൽ പോകുന്നത്. അങ്ങനെ ചാറ്റ് ചെയ്യാൻ നിന്നു കൊടുക്കുന്നതുകൊണ്ടല്ലേ. പക്ഷേ അതിനപ്പുറം ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സ്വകാര്യതയിലേക്ക് നമ്മൾ കടക്കുന്നതും ശരിയല്ല. പക്ഷെ ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് അവരുടെ തികച്ചും സ്വകാര്യതയാണ്. ഈ ലോകത്തെല്ലാം ഈ പറഞ്ഞോണം നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്ന ഒരു സംഗതിയാണ് രണ്ടുപേര് തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള ചില കാര്യങ്ങൾ. പക്ഷെ അത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റുകൾ തിരുത്തി, പാകപ്പിഴകൾ തിരുത്തി, ജീവിതത്തിൽ എല്ലാവർക്കും പാകപ്പിഴകളുണ്ടല്ലോ, അതൊക്കെ തിരുത്തി വരുന്നതാണ് ഏതൊരു നേതാവിനും ഉണ്ട്. നമ്മൾ പണ്ട് രാജാക്കന്മാർ ആരാണ് നേരെയായിട്ടുള്ള ഇല്ല. അപ്പം മനുഷ്യനാകുമ്പോൾ ചില പാകപ്പിഴകളും തെറ്റുകളും കുറ്റങ്ങളും അതൊക്കെ തിരുത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ തിരിച്ച് നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് തിരിച്ചു വരട്ടെ. പാലക്കാട് സജീവമായിരിക്കട്ടെ, ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.